നമസ്കാരം. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പണം കടം വാങ്ങിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ കടം വാങ്ങിച്ച പണം കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറുണ്ട്. മെയിൻലി ഈ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റുകൾ, അതേപോലെ തന്നെ ഓൺലൈനിലൂടെ എടുത്ത ചെറിയ ചെറിയ ലോണുകൾ, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ബട്ട് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അടുത്തുള്ള റിലേറ്റീവ്സിനോട് വാങ്ങിച്ച് അവരോട് എങ്ങനെയെങ്കിലും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എന്നൊക്കെ നമുക്ക് സമയം പറഞ്ഞ് അല്ലെങ്കിൽ ന്യായീകരിച്ചിട്ടൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഓൺലൈൻ ലോണുകാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡിനൊന്നും പിടിച്ചു നിർത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടം വീട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു കടം എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അത് തന്നെയാണ്. നമുക്ക് ഡെപ്റ്റ് കൺസോൾട്ടേഷൻ ലോണുകൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ചും ബിസിനസ്സുകളെ കുറിച്ചും ജോലികളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിരന്തരം സൗജന്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ ലോണിനകത്ത് ഇൻട്രസ്റ്റ് വരുന്നത് 11.49% per annum ഒരു വർഷത്തേക്കാണ്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു 5,000 മുതൽ 5 ലക്ഷം വരെ നിങ്ങൾക്ക് കിട്ടും. മെയിൻലി ഈ ലോണുകൾ പല പർപ്പസുകൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് സ്ക്രീനിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെൻഡ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇവരെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ടീമാണ്. ഇവരെ കുറിച്ചുള്ള നേരത്തെ ഇവരുടെ ലോൺസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ RBIയിലെ സൈറ്റിലൊക്കെ കയറിയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് ഡെപ്റ്റ് കൺസോൾട്ടേഷൻ ലോൺസ് ഫോർ ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ് ആൻഡ് ഇൻഫോർമൽ ഡെപ്റ്റ്സ്. ഇൻഫോർമൽ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ലോണുകൾ, ഈ ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് ക്രെഡിറ്റ് ബി ഇങ്ങനെയുള്ള ആപ്പുകളിൽ നിന്നൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ ലോണുകളൊക്കെയാണ്. സോ ഇത് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ അപ് ടു 5 lakh rupees വരെ അവർ തരും. ലോൺ ടെന്നർ 36 മാസം വരെ, അതായത് 3 വർഷം വരെയാണ് ഈ പറഞ്ഞ 5 ലക്ഷം രൂപ തരിക. ഇൻസ്റ്റന്റ് അപ്രൂവൽ ആണ്, നോ കൊളാട്രൽ ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് ഇവരെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുക, 2 KYC ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, അതുപോലെ തന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് 4 മാസത്തെ സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യുക. ദെൻ അത് ക്രെഡിറ്റ് അസസ്മെന്റ് കാര്യങ്ങളുണ്ട്, ക്വിക്ക് ഡിസ്ബഴ്സ്മെന്റ്, ദെൻ പേ EMI ത്രൂ ഓട്ടോമാറ്റഡ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെപ്റ്റ് കൺസോൾട്ടേഷൻ ലോൺ എല്ലാവർക്കും ആവശ്യമാണ്. ചിലപ്പോൾ പല വ്യക്തികൾക്കും ഒരാഴ്ച കൊണ്ട് പൈസ കിട്ടുമായിരിക്കും, ഒരാഴ്ച കൊണ്ട് നമുക്ക് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആ ഡ്യൂ ഡേറ്റ്, ഇന്ന് കൊടുക്കാനുള്ള ഫിഗർ ഇല്ല എന്ന പ്രശ്നം കൊണ്ട് പലരും വലിയ ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് പണം ഇല്ലാത്തവരല്ല, പണം വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ കിട്ടാൻ, റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും എന്നതാണ് ഇവരുടെ മെയിൻലി പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലോൺസ് നിർബന്ധമായിട്ട് അവർ കൊടുക്കുക തന്നെ ചെയ്യൽ സംശയമൊന്നുമില്ല. ഇതിന് കുറച്ച് ക്രൈറ്റീരിയ കൂടിയുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, മിനിമം ഏജ് 22 വയസ്സായിരിക്കണം, ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം, വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ID ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, അതേപോലെ മന്ത്ലി നെറ്റ് ഇൻകം 25,000 മുകളിൽ ഇൻകം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് വേണം, പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, പാസ്പോർട്ട് ഓർ എനിത്തിങ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് ഉണ്ടായാലും മതിയാവും. അതേപോലെ അഡ്രസ് പ്രൂഫ്, 4 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇൻകം പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ITR ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇൻകം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവർ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കാം. ഇതൊക്കെ കൊടുക്കാം. ഇൻകം പ്രൂഫായിട്ട് നമുക്ക് ഇത് കൊടുക്കണം. സെൽഫ് എംപ്ലോയിഡ് ആയ ആൾക്കാർക്ക് ചിലപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മന്ത്ലി ഇൻകം വരുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ITR നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. റീപേയ്മെന്റ് ഓഫ് ലോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും റീപേയ്മെന്റിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എത്രയാണെന്നുള്ള അവരിൽ കാണിക്കും, അതുപോലെ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്ലേ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ. ഇവിടെ ലോൺ എമൗണ്ട് അടിക്കുക. പർപ്പസ് എന്താണ് ഇവിടെ പർപ്പസ്? ആ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ ക്രെഡിറ്റ് കാർഡ് ബില്ലോ, ക്രെഡിറ്റ് കാർഡ് ബില്ലിന്റെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ആണ്, വേറെ എന്തെങ്കിലും പർപ്പസ് ബിസിനസ് ഫണ്ടിങ്ങോ അങ്ങനെ എന്താ ഉള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ കൊടുക്കുക. ഇവിടെ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യത്തിന്. ദെൻ അത് കഴിഞ്ഞിട്ട് ലോൺ ഡ്യൂറേഷൻ ഉണ്ട്, എത്ര നാളത്തേക്ക്? 36 മാസം. അതുപോലെ നിങ്ങളുടെ മെയിലോ ഫീമെയിലോ, മെയിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, സാലറീഡ് ഓർ സെൽഫ് എംപ്ലോയിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ടി വരും, ITRന്റെ കോപ്പീനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടി വരും. സാലറീഡ് ആണെങ്കിൽ അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ മതി. മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് ഓർ ട്രാൻസ്ഫർ. ഏതാണ് മോഡ് ഓഫ് ഇൻകം? ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ക്യാഷ് ആണോ, ചെക്ക് ആണോ? അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. മന്ത്ലി ഇൻകം, മന്ത്ലി EMI. മന്ത്ലി ഇൻകം എത്രയാണ് വരുന്നത്? മന്ത്ലി ടോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എത്ര ഇൻകം വരുന്നുണ്ട്, എത്ര EMI ആയിട്ട് നിങ്ങൾ അടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞോ ഇല്ലയോ, ഇമെയിൽ ID, ദെൻ ഒരു പാസ്വേഡ് സിമ്പിൾ ആയിട്ട് എൻ്റർ ചെയ്യുക, ദെൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലെൻഡ് ബോക്സ് വൺ ഓഫ് ദ ജെന്യൂൻ ഒരു വെബ്സൈറ്റ് ആണ്. ജെന്യൂൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ RBIയുടെ ഡിസ്ക്ലൈമർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. RBI NBFC P2P ലൈസൻസ് ഉള്ള ഒരു ഫേമാണ് ഇവർ. ഇത് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. RBI രജിസ്റ്റേർഡ് NBFC P2P ലെൻഡിങ് എന്ന രീതിയിൽ
രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ട്രാൻസാക്ടറി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മീൻസ് എല്ലാ വീഡിയോകളിലും കാണിക്കുന്നുണ്ട്, എന്നിരുന്നാലും നിങ്ങൾ ഇതിൽ കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. 8523 റോയിൽ ട്രാൻസാക്ടറി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള P2P കമ്പനിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനം തന്നെയാണ്. നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും RBI അപ്രൂവ്ഡ് ആണ്. ഇതിനകത്ത് P2P സർവീസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാം, ഇവരൊരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാനും പറ്റുന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലെൻഡ്ബോക്സ് എന്ന് പറഞ്ഞത്. വളരെ കാലങ്ങളായിട്ട് എനിക്ക് അറിയുന്നതാണ്. അപ്പ് ടു 14% പെർ ആനം ലെൻഡ്ബോക്സിൽ നിന്ന് അത്രയും പൈസ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. 14% പെർ ആനം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് അങ്ങോട്ടേക്ക് നമ്മൾ ഫണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ P2P പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോൺസ് ആണ് ഇവർ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു റിസ്ക് നമുക്ക് എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. ആ റിസ്കിന് നല്ലൊരു പെർസെൻറ്റേജ് റിട്ടേൺസും നമുക്ക് കിട്ടാറുണ്ട്. ഇവർ നല്ല പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നല്ല ആൾക്കാർക്ക് മാത്രമാണ് ലോൺ കൊടുക്കുക. വെറുതെ ഇങ്ങനെ ഒരു പ്രൊഫൈലൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊന്നും ലോൺ കൊടുക്കില്ല. മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, പാൻ നമ്പർ അടിച്ച് ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും താല്പര്യമുള്ളവർ ലോൺ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും RBIയിലെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ RBI NBFCയിൽ കയറിയിട്ട് ഇവരുടെ കമ്പനിയുടെ പേരടിച്ചാലും നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരുപാട് ലോൺസിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. മാരേജ് ലോൺ, ഡെപ്റ്റ് കൺസൾട്ടേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഡെപ്റ്റ് കൺസൾട്ടേഷൻ നമ്മൾ പറഞ്ഞതാണ്. ക്രെഡിറ്റ് കാർഡ് റീപേയ്മെൻറ്റ് ലോൺ ഉണ്ട്, സ്മോൾ പേഴ്സണൽ ലോൺ ഉണ്ട്, ഷോർട്ട് ടേം ലോൺസ് ഉണ്ട്, ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ലെൻഡ്ബോക്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഡെപ്റ്റ് കൺസൾട്ടേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ തന്നെയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഇങ്ങനെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ലോണുമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, അവർക്ക് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്ക് വഴി നിങ്ങൾ അയച്ചു കൊടുക്കുക, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. അവരെന്തെങ്കിലും അതിൽ നിന്ന് ഫണ്ട് ലോൺ എടുത്തിട്ട് അവരെന്തെങ്കിലും ചെയ്തോട്ടെ. മീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കയ്യിൽ പൈസ ഇല്ലായിരിക്കും, പക്ഷേ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റിവാർഡാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.